ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനീഷ് ലേണിംഗ് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടന അതുപോലെ തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ്. മോക്ക് ടെസ്റ്റാണ് നോക്കുന്നത്. LDCക്കും അതുപോലെ തന്നെ വരുന്ന CPO എല്ലാ എക്സാമുകൾക്കും പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുകയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60 വയസ്സിൽ നിന്ന് 62 വയസ്സായി ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻസ്: 15, 16, 17, 18. ആൻസർ ഓപ്ഷൻ എ 15. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60 വയസ്സിൽ നിന്ന് 62 വയസ്സായി ഉയർത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 15ാം ഭരണഘടനാ ഭേദഗതി. അടുത്തത്: ചുവടെ തന്നിരിക്കുന്ന ഭരണഘടനാ ഭേദഗതികളിൽ തെറ്റായത് ഏത്? ഓപ്ഷൻസ്: GST 101 ഭേദഗതി 2016, കൂറുമാറ്റ നിരോധന നിയമം 52ാം ഭേദഗതി 1985. അടുത്തത്: സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് 44ാം ഭേദഗതി 1978. അടുത്തത്: വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സാക്കി കുറച്ചത് 69ാം ഭേദഗതി 1988. ആൻസർ ഓപ്ഷൻ ഡി. വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സാക്കി കുറച്ചു 69ാം ഭേദഗതി 1988 എന്നുള്ളതാണ് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായത്. വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സാക്കി കുറച്ചത് 1988 നിലവിൽ വന്നത്. ലോകസഭ പാസ്സാക്കിയത്, രാഷ്ട്രപതി എല്ലാവരും പാസ്സാക്കിയത്. അത് നിലവിൽ വന്നത് 1989. അതായത് 61ാം ഭേദഗതി പ്രകാരമാണ് 1989 വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സായി കുറച്ചത്. അടുത്തത്: ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകളെക്കുറിച്ച് പരാമർശിക്കുന്ന പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ ഏതാണ്? ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകളെക്കുറിച്ച് പരാമർശിക്കുന്ന പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ ഏത്? ഓപ്ഷൻസ്: 7ാം ഷെഡ്യൂൾ, 8ാം ഷെഡ്യൂൾ, 9ാം ഷെഡ്യൂൾ, 10ാം ഷെഡ്യൂൾ. ആൻസർ ഓപ്ഷൻ ബി, 8ാം ഷെഡ്യൂൾ. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകളെക്കുറിച്ച് പരാമർശിക്കുന്ന പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത് 8ാം ഷെഡ്യൂളാണ്. അടുത്തത്: വിവരാവകാശ നിയമപ്രകാരം 2ാം അപ്പീൽ സമർപ്പിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? വിവരാവകാശ നിയമപ്രകാരം 2ാം അപ്പീൽ സമർപ്പിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? ഓപ്ഷൻസ്: 60 ദിവസം, 45 ദിവസം, 90 ദിവസം, 180 ദിവസം. ആൻസർ ഓപ്ഷൻ സി, 90 ദിവസം. വിവരാവകാശ നിയമപ്രകാരം 2ാം അപ്പീൽ സമർപ്പിക്കേണ്ടത് 90 ദിവസത്തിനുള്ളിലാണ്. അടുത്തത്: താഴെ പറയുന്നവയിൽ യൂണിയൻ ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ്: സെൻസസ്, റെയിൽവേ പ്രതിരോധം, ലോട്ടറി, വരുമാന നികുതി, വിദേശകാര്യം, ക്രമസമാധാനം, കൃഷി, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, വില നിയന്ത്രണം, ക്രിമിനൽ നിയമങ്ങൾ. ആൻസർ ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസം, വില നിയന്ത്രണം, ക്രിമിനൽ നിയമങ്ങളാണ് താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിലും ഉൾപ്പെടാത്തത്. അടുത്തത്: രാജ്യസഭയുടെ കാലാവധി എത്രയാണ്? രാജ്യസഭയുടെ കാലാവധി. ഓപ്ഷൻസ്: 5 വർഷം, 6 വർഷം, കാലാവധിയില്ല, 3 വർഷം. ആൻസർ ഓപ്ഷൻ സി, കാലാവധിയില്ല. രാജ്യസഭയുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ കാലാവധി ഇല്ല. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 6 വർഷമാണ്. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷം. അടുത്തത്: സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? ഓപ്ഷൻസ്: ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി രജിസ്ട്രാർ, അഡ്വക്കേറ്റ് ജനറൽ, രാഷ്ട്രപതി. ആൻസർ ഓപ്ഷൻ ഡി, രാഷ്ട്രപതി. സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. അടുത്തത്: വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സാക്കി കുറച്ച 61ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം ഏത്? ഇത് നമ്മൾ മുമ്പ് പറഞ്ഞാണ്. വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സാക്കി കുറച്ച 61ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 1986, 1988, 1989, 1987. ആൻസർ ഓപ്ഷൻ സി, 1989. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി കുറച്ച 61ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1989. അടുത്തത്: ദേശീയ സമ്മതിദായക ദിനമായി അല്ലെങ്കിൽ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് എന്ന്? ദേശീയ സമ്മതിദായക ദിനം എന്ന്. ഓപ്ഷൻസ്: ഫെബ്രുവരി 23, ജനുവരി 26, നവംബർ 14, ജനുവരി 25. ആൻസർ ഓപ്ഷൻ ഡി, ജനുവരി 25.
ദേശീയ സമ്മതിദായക ദിനം അല്ലെങ്കിൽ വോട്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ജനുവരി 25-ാം തീയതിയാണ്. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷമേത്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം. ഓപ്ഷൻസ് 1946 ഡിസംബർ 6, 1949 നവംബർ 1, 1949 ജനുവരി 26, 1950 ജനുവരി 26. ആൻസർ ഓപ്ഷൻ എ 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം 1946 ഡിസംബർ 6-നാണ്. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാര്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഓപ്ഷൻസ് SC മുഖർജി, JB കൃപാലിനി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അതായത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക പ്രസിഡന്റ് അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷനാണ്. അതുപോലെ തന്നെ സ്ഥിരം അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അടുത്തത് ലിഖിത ഭരണഘടന എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ലിഖിത ഭരണഘടന എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻസ് USSR, UK, USA, കാനഡ. ആൻസർ ഓപ്ഷൻ സി USA. അമേരിക്കയിൽ നിന്നാണ് ലിഖിത ഭരണഘടന എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്. അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് ആശയമാണ് കാനഡയുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടിട്ടില്ലാത്തത്? ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് ആശയമാണ് കാനഡയുടെ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടിട്ടില്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് അവശിഷ്ടാധികാരം, ഫെഡറൽ സംവിധാനം, റിപ്പബ്ലിക്, യൂണിയൻ, സ്റ്റേറ്റ് ലിസ്റ്റുകൾ. ആൻസർ ഓപ്ഷൻ സി റിപ്പബ്ലിക്. ബാക്കി മൂന്നും അവശിഷ്ടാധികാരം, ഫെഡറൽ സംവിധാനം, യൂണിയൻ, സ്റ്റേറ്റ് ലിസ്റ്റുകളെല്ലാം കാനഡയുടെ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്. റിപ്പബ്ലിക് മാത്രമാണ് കാനഡയുടെ ഭരണഘടനയിൽ നിന്ന് കടം കൊള്ളാത്തത്. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൈനോറിറ്റീസ് സബ് കമ്മിറ്റി ചെയർമാൻ ആര്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൈനോറിറ്റീസ് സബ് കമ്മിറ്റി ചെയർമാൻ. ഓപ്ഷൻസ് സർദാർ പട്ടേൽ, HC മുഖർജി, രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു. ആൻസർ ഓപ്ഷൻ ബി HC മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൈനോറിറ്റീസ് സബ് കമ്മിറ്റി ചെയർമാനാണ് HC മുഖർജി. അടുത്തത് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആര്? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി. ഓപ്ഷൻസ് മൊറാർജി ദേശായി, ചരൺ സിംഗ്, ഇന്ദിരാഗാന്ധി, ചന്ദ്രശേഖർ. ആൻസർ ഓപ്ഷൻ എ മൊറാർജി ദേശായി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. അടുത്തത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറാകാതിരുന്ന നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച അല്ലെങ്കിൽ തയ്യാറാകാതിരുന്ന നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് കാശ്മീർ, അലഹബാദ്, ജുനഗഡ്, ഹൈദരാബാദ്. ആൻസർ ഓപ്ഷൻ ബി അലഹബാദ്. അലഹബാദ് തയ്യാറായ രാജ്യമാണ്. തയ്യാറായ നാട്ടുരാജ്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറാകാതിരുന്ന നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അലഹബാദ് നാട്ടുരാജ്യങ്ങളിൽ തയ്യാറായ നാട്ടുരാജ്യങ്ങളിൽ ഒന്നാണ്. അടുത്തത് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷമേത്? ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം. ഓപ്ഷൻസ് 1956, 1958, 1955, 1951. ആൻസർ ഓപ്ഷൻ സി 1955. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1955 ആണ്. അടുത്തത് കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും തടയുന്നതിനായി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്, അതായത് പോസ്കോ ആക്ട് പാർലമെൻറ്റ് പാസാക്കിയ വർഷമേത്? കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും തടയുന്നതിനായി പോസ്കോ ആക്ട് പാർലമെൻറ്റ് പാസാക്കിയ വർഷം. ഓപ്ഷൻസ് 2010, 2016, 2011, 2012. ആൻസർ ഓപ്ഷൻ ഡി 2012. കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും തടയുന്നതിനായി പോസ്കോ ആക്ട് നിലവിൽ വന്ന അല്ലെങ്കിൽ പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2012 ആണ്. അടുത്തത് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് ഏതാണ്? ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട്. ഓപ്ഷൻസ് കോ വാറൻറ്റോ, മൻഡാമസ്, സെർഷ്യോററി പ്രൊഹിബിഷൻ. ആൻസർ ഓപ്ഷൻ എ കോ വാറൻറ്റോ.
ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനായുള്ള റിട്ടാണ് കോ വാറണ്ടോ റിട്ട്. അടുത്തത്, ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത്? ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത്? ഓപ്ഷൻസ്: നരസിംഹറാവു, മൻമോഹൻ സിംഗ്, രാജീവ് ഗാന്ധി, അടൽ ബിഹാരി വാജ്പേയി. ആൻസർ ഓപ്ഷൻ എ, നരസിംഹറാവു. നരസിംഹറാവു പ്രധാനമന്ത്രിയുടെ കാലത്താണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കിയത്. നിങ്ങളത് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം.